ഇനി നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുള്ള ഒരു ചെറിയ വില്ലനെ പരിചയപ്പെടാം, നമ്മുടെ ഫോൺ സ്ക്രോളിംഗ്. ഈ ഫോൺ സ്ക്രോളിംഗ് കാരണം തന്നെ പല കാര്യങ്ങളും നടക്കാതെ വരുന്നുണ്ട്, എനിക്ക് ഉൾപ്പെടെ. ഓക്കെ, അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കാൻ പറ്റുന്നവർക്ക് അത് നല്ലത്. ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും എൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്കത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം എന്തിനാണ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്, എന്താണ് ഇതിപ്പോൾ നമ്മൾ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ കാര്യം പഠിക്കാനോ ആണെങ്കിൽ നമ്മളൊരു ലോങ് ഫോം വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ സ്ക്രോളിംഗ് കൂടെ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊന്നും പഠിക്കാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റാറില്ല. ആ ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ കാര്യം അടുത്ത റീൽ മുന്നോട്ട് വരുമ്പോൾ നമ്മളത് മറന്നു പോകും. പക്ഷേ ലോങ് ഫോം കണ്ടന്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ചിലപ്പോൾ ബുക്കൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ബുക്കൊക്കെ എടുത്ത് എഴുതിയിട്ടാണ് ചില വീഡിയോസ് ഒക്കെ കാണുന്നത്. കാരണം കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനല്ല, അല്ലാണ്ട് നമ്മൾ ഈ റീൽ സ്ക്രോളിംഗ് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് കുറെ കഴിയുമ്പോൾ ഒരു ശൂന്യതയാണ്. അപ്പോൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എന്തിനാണ് ഈ ഫോൺ എടുത്തത്, എന്തിനാണ് നമ്മൾ എടുത്തത് എന്നുള്ള കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഉള്ളത് നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റീൽ സ്ക്രോൾ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബോറടിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബോറടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഈ ഇൻഫർമേഷൻ എല്ലാം കിട്ടിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്, അല്ലാണ്ട് നമുക്ക് ജീവിക്കാം. പക്ഷേ അത് നമ്മുടെ തലയിലോട്ട് കയറുന്നില്ല. ഇപ്പം നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയി. ചുമ്മാ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യൂ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ, ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പോലും ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് എന്താ അതിനകത്തുള്ളതാണ്, ഫ്രിഡ്ജ് നോക്കുന്നതൊക്കെ. അപ്പോൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക. അത് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഇത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, നമ്മളെ കൺഫ്യൂസ് ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് എന്തെങ്കിലും ഗുണം തരുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മൾ തന്നെ ഒന്ന് ചോദിച്ച് നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ ബോറടിക്കുമ്പോഴാണ് ചെയ്യുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ ബോറടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ എന്തുണ്ട് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാം. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് ആ ഒരു സംഭവത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. സേ ഇപ്പോൾ നമുക്ക് ബുക്ക് വായിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ താല്പര്യം നിങ്ങൾ ബുക്കിന്റെ പുറകെ പോകണ്ട. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ ഫോട്ടോസ്, നമ്മുടെ ഫോട്ടോസ് ഒത്തിരി എടുത്ത് കാണുമല്ലോ. അപ്പോൾ ആ ഫോണിലെ ഫോട്ടോസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. വേണേൽ ചിലതൊക്കെ നമുക്ക് പ്രിന്റ് എടുക്കാം, അതിന്റെ പരിപാടികൾ നോക്കാം. അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഷെൽഫ് ഒതുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒരു ഏരിയ നമുക്കൊരു മോഡിഫിക്കേഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ അവിടെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ കൊണ്ടുവരാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ലിസ്റ്റ് എഴുതി വെക്കാം. നമുക്ക് അപ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്യാൻ തോന്നുന്നു അപ്പോഴൊക്കെ ചെയ്യേണ്ട ഒരു ലിസ്റ്റ് എഴുതി വെക്കാം, ചെയ്യാം. അതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഈ സ്ക്രോളിംഗ് നിർത്താൻ പറ്റില്ല, അല്ല കംപ്ലീറ്റ്ലി നമുക്ക് നിർത്താനുള്ള എന്താണ് നമ്മളെ തന്നെ പണിഷ് ചെയ്യുന്നതാണ് നമ്മൾ നിർത്തണ്ട. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ടൈം സെറ്റ് ചെയ്യാം. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സ്ക്രോൾ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ രാവിലെ തൊട്ട് നമ്മുടെ പണികളൊക്കെ തീർന്നു ഒതുങ്ങുന്നത് വരെ നമ്മൾ ഫോൺ നോക്കില്ല, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് സ്ക്രോൾ ചെയ്യില്ലെങ്കിലും അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാം. അത് കോൺഷ്യസ്ലി എടുക്കേണ്ട ഒരു എഫർട്ടാണ്, നമുക്ക് ഒത്തിരി ഗുണം ചെയ്യും. പിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ കുറേയധികം വീഡിയോസും അല്ലെങ്കിൽ കുറേയധികം സെമിനാർ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്. അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അവർ പറയുന്നത്, ഈവൻ നമ്മളൊരു പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തിട്ട് നമ്മൾ ബാക്കി ജോലികൾ ചെയ്യില്ലേ, അതുപോലും നമുക്ക് നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ നമ്മൾ ഇപ്പോൾ ഞാൻ പണ്ട് തയ്ക്കുമ്പോൾ എപ്പോഴും സൈഡിൽ ഫോണിൽ സിനിമ റൺ ചെയ്തിട്ടായിരിക്കും ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലും നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ള കൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആണ് പറയുന്നത്. എനിക്കറിയില്ല അതിന്റെ എത്രത്തോളം അത് ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അതായത് ഈ അടുക്കളയിലാണെങ്കിലും അല്ലാണ്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ നോർമലി നമുക്ക് ഭയങ്കരമായിട്ട് തല യൂസ് ചെയ്യാതെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് ചെയ്യുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു നോയ്സ് ഒന്ന് ഒഴിവാക്കി നോക്കിയിട്ട് നമ്മൾ തന്നെ അത് ചെയ്യുമ്പോൾ, അതിൽ ഇൻവോൾവ് ആയി ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറേയധികം ചിന്തകൾ കയറി വരാം. ഓക്കെ, അതാണ് ആ ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആ ചിന്തകളെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുവാണ്. നമുക്ക് അതിന് കുറെ ക്ലാരിറ്റി കിട്ടുവാണ്. ഞാൻ എപ്പോഴും സൈഡിൽ ഒരു ബുക്കും പേനയും എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ചില ഐഡിയാസ് കിട്ടുന്നതാണെങ്കിലും ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സംഭവം